ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സോ ഇന്ന് നമ്മൾ ഒരു ഐ ഷാഡോ റിവ്യൂ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഐ ഷാഡോ ആണ്. ആൻഡ് എപ്പോഴോ നാട്ടിൽ വന്നപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ എഗെയിൻ നാട്ടിൽ വന്ന സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്തിട്ട് അതൊക്കെ ഒതുക്കി വെക്കുമ്പോഴാണ് ഇത് കിട്ടിയത്. ഇത്ര കുഞ്ഞി സാധനമാണ്, അവിടെ ഇവിടെ വെച്ച് മറന്നുപോയിട്ട് പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി. ഞാനത് കുറേ നാൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് Revlon colorstay eyeshadow എന്നാണ് ഇതിൻ്റെ പേര്. ഇത്രയേ ഉള്ളൂ ആള്. ഇത് ഇത്ര കുഞ്ഞാണ്. എനിക്കിപ്പോൾ ഇതിൻ്റെ 2 എണ്ണം ഉണ്ട്. ആക്ച്വലി ഇതിൻ്റെ സംഗതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്നായിട്ട് മേടിക്കാം. ഓരോന്നായിട്ട് മേടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇവിടെ ഇങ്ങനെ സ്ലോട്ടുകളുണ്ട്. നിങ്ങൾക്ക് കണ്ടോ, ഓരോന്നിനും ഇവിടെ ഒരു കട്ട്, ഒരു സ്ലിറ്റ് പോലെയുണ്ട്. അപ്പോൾ ഇത് ഒരു സ്ലോട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ സ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ സംഗതി ഇങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ ഇൻടാക്റ്റ് ആയിട്ടിരിക്കും. സോ ഇത് നമുക്കിങ്ങനെ ഒരു പാലറ്റ് ആക്കാം. ഇങ്ങനെ ഇവരുടെ കയ്യിലൊരു 20-25 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാം. ഏതാ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം മേടിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരു പാലറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ ഐ ഷാഡോയുടെ പ്രത്യേകത. നമുക്ക് ഒരെണ്ണം മാത്രം മതിച്ചാൽ ഒരെണ്ണമായിട്ട് മേടിക്കാം, അല്ല കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മേടിക്കാം. സോ പാക്കേജിങ് വൈസ് അടിപൊളി പാക്കേജിങ് ആണ്, ഒരു കംപ്ലയിൻറ്റും ഇല്ല. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു ഒരെണ്ണം മാത്രം ഇട്ടാൽ മതി. നമുക്കിപ്പോൾ ഹാൻഡ് ബാഗിൽ വേണമെങ്കിലൊക്കെ. സാധാരണ പാലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ ക്വാഡ്സിലാണ് വരിക. 4 എണ്ണം ഒരു ഇത്രയെങ്കിലും വലിപ്പം ഉണ്ടാവും, ഏറ്റവും ചെറുതെന്ന് പറയണത്. ഇതിപ്പോൾ ഇതൊരു കുട്ടി സാധനം മാത്രമല്ല, ഒരു ബിഗിനറാണ്. നമുക്ക് ഒരു ഐ ഷാഡോ മതി, വലിയ അധികം സംഗതികളുടെ ആവശ്യമൊന്നും ഇല്ല വെച്ചാൽ ഇത് ദി ബെസ്റ്റാണ്. അപ്പോൾ എനിക്ക് പാക്കേജിങ് വൈസ് ഇത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമുക്കിത് പ്രൈസ് നോക്കാം കേട്ടോ. പ്രൈസ് എന്ന് പറയണത് ഞാൻ മേടിക്കുമ്പോൾ ഇതിൽ 210 ആണ് കാണുന്നത്. ഇപ്പം ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ 220 ആണ്. അപ്പോൾ 210 അല്ലെങ്കിൽ 220 ഉണ്ടാവും. സോ അത് മാത്രമല്ല, അത്യാവശ്യം ഡിസ്കൗണ്ടിലൊക്കെ നൈക്കയിൽ കാണാനുണ്ട്. ഒരു 170 റേഞ്ചിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. സോ പ്രൈസിങ് വൈസ് ഒറ്റൊരു കുട്ടി ഐ ഷാഡോന് 210 എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് എനിക്ക്. 1.4 gram ഓഫ് പ്രോഡക്റ്റ് ആണ്. അതും അത്രയധികം ക്വാണ്ടിറ്റി ഇല്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ എൻ്റെ കയ്യിൽ 2 ഷെയ്ഡാണുള്ളത്. ഒന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആണ്, ഒന്ന് ഒരു ഹൈലൈറ്റർ പോലത്തെ ഒരു ഷാമ്പയിനി ഷെയ്ഡാണ്. ആദ്യം നമുക്ക് ഗോൾഡൻ ഷെയ്ഡ് നോക്കാം കേട്ടോ. ഒരു യെല്ലോയിഷ് ഗോൾഡൻ ആണ്, ഒരു പേൾ ഫിനിഷ് ആണ് ഇതിന്. ഭയങ്കര ഒരു ഷിമ്മറി ഫിനിഷ് എന്ന് പറയാനില്ല. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇവിടെ കാണിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിൽ കാണുന്ന അത്ര തന്നെ നമുക്ക് കയ്യിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് വേണം പറയാൻ. പിഗ്മെൻറ്റേഷൻ കുറച്ച് കുറവാണ്. ഒരു തവണ മാത്രം എടുത്തിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ വാഷ് ഓഫ് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം നമുക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. സോ പിഗ്മെൻറ്റേഷൻ കുറവാണ്. എനിക്കതൊരു വലിയ പ്രശ്നമല്ല. പക്ഷെ ചിലർ ഉദ്ദേശിക്കുന്നത് പാനിൽ കാണുന്ന അതേ കളർ വേണമെന്നുള്ളവരുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് വേണം പറയാനായിട്ട്. സോ ഈ ഗോൾഡൻ ഷെയ്ഡ് എന്ന് പറയുന്നത് ഭയങ്കര യൂണിവേഴ്സൽ ഷെയ്ഡാണ്. ഇത് എല്ലാവർക്കും സൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ്. എസ്പെഷ്യലി ഇന്ത്യൻ സ്കിൻ ടോണിന് ഗോൾഡൻ ഷെയ്ഡ് വളരെയധികം സൂട്ടാവുന്നതാണ് ഈ ഗോൾഡൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. എനിക്കിത് നല്ല ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. ഷെയ്ഡ് വൈസ് എനിക്ക് വളരെ ഇഷ്ടമായി. പിഗ്മെൻറ്റേഷൻ കുറവാണ്, പക്ഷേ എനിക്കത് അത്ര ബോദറേഷനായിട്ട് തോന്നുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഒരു ഷെയ്ഡാണിത്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് സാൻഡാണ്. സോ ഇതെന്ന് പറയണത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷാമ്പയിനി ഷെയ്ഡാണ്. ഇതിനൊരു സ്ലൈറ്റ് ഷിമ്മർ ഉണ്ട്. രണ്ടും കുറച്ച് ഷിമ്മർ ഉണ്ട് കേട്ടോ. ഒരു ഗോൾഡ് കുറച്ചൊരു ഷിമ്മർ കുറവായിട്ട് വേണം പറയാനായിട്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്ന് ഷിമ്മർ ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഷാമ്പയിനി ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു ഹൈലൈറ്റർ ഷെയ്ഡാണ്. ഒരു മൾട്ടി പർപ്പസ് ആണെന്ന് വേണം പറയാനായിട്ട്. ഐ ഷാഡോ ആയിട്ട് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്ററായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഇന്നർ കോർണേഴ്സിൽ ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഐലിഡ്സിൻ്റെ മൊത്തത്തിൽ ഒരു ജസ്റ്റ് വാഷ് ഓഫ് കളറായിട്ട് ഐ ഷാഡോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലെങ്കിൽ ഐബ്രോസിൻ്റെ താഴെ നമുക്ക് ഹൈലൈറ്റിംഗ് ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ചീക്സിൽ അപ്ലൈ ചെയ്യാം ഹൈലൈറ്റിംഗ് ഷെയ്ഡായിട്ട്. നോസിൻ്റെ അവിടെ അല്ലെങ്കിൽ ക്യൂപ്പിഡ്സ് ബോൻ്റെ അവിടെയൊക്കെ നല്ലൊരു ഹൈലൈറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത് ഭയങ്കര നല്ലൊരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതായത് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഐ ഷാഡോ ആയിട്ട് മാത്രം എല്ലാ സ്കിൻ ടോണിനും സൂട്ടാവുന്ന ഷെയ്ഡാണ്. അതേപോലെ തന്നെ എല്ലാ ഡ്രസ്സിനും സൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ ആക്ച്വലി കടയിലാണ് പോയി മേടിക്കേണ്ടത്. ആൻഡ് അത് മാത്രമല്ല, ഞാൻ മേടിക്കുന്നേക്കാളും മുമ്പ് ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് പോയത്. എനിക്ക് ആക്ച്വലി ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ പോയി നോക്കിയപ്പോൾ ആ ഷെയ്ഡിൽ ഒരുപാട് ഷിമ്മർ ഉണ്ട്. അപ്പോൾ എനിക്ക് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് ഐബ്രോസിനും ഒക്കെത്തിനും കൂടി ഒറ്റൊരു പ്രോഡക്റ്റായിട്ട് മേടിക്കുക എന്നുള്ള രീതിക്കാണ്. അപ്പോൾ എനിക്ക് മാറ്റ് ഫിനിഷ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് മാറ്റ് ഫിനിഷ്
ഫിനിഷ് അല്ല, ഷിമ്മറി ഫിനിഷ് ആയതുകൊണ്ടാണ് ഞാൻ മേടിക്കാൻ. നമ്മൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് സംസാരിക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് മെൻഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, ഇതിൻ്റെ പാക്കേജിംഗ് ആണ്. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര കുഞ്ഞാണെങ്കിലും അങ്ങനെ നിലത്ത് വീണാലൊന്നും പൊട്ടാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം സ്റ്റേഡി പാക്കേജിംഗ് ആണ്. അടയ്ക്കാനും തുറക്കാനും ഒക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ പാക്കേജിങ് വൈസ് അടിപൊളിയാണ്. സോ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഞാൻ മേടിച്ചിരിക്കുന്ന ഈ 2 കളേഴ്സും എനിക്ക് ഭയങ്കര നല്ല കളറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വളരെ വേഴ്സറ്റൈൽ ഷെയ്ഡാണ്. വളരെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ, എല്ലാ സ്കിൻ ടോണിനൊക്കെ ചേരുന്ന, പല തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഷെയ്ഡാണ്. അപ്പോൾ ഷെയ്ഡ് വൈസ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കുറച്ചൊരു ഷിമ്മർ പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് നമുക്ക് ഇട്ടാലും ഒരു അഭംഗിയൊന്നും തോന്നില്ല, അങ്ങനത്തെ ഷിമ്മർ പാർട്ടിക്കിൾസ് ആണ്. നാലാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ രണ്ടിലും ഏത് സ്റ്റോറിൽ വേണമെങ്കിലും പോയാൽ നമുക്ക് അവിടുത്തെ ബ്യൂട്ടി സ്റ്റോറിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും, ഓൺലൈനിൽ കിട്ടും. കോൺ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ കുഞ്ഞ് പ്രൊഡക്റ്റിന് 220 രൂപ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സെക്കൻഡ് കോൺ എന്ന് പറയുന്നത്, എനിക്ക് ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറച്ച് കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല വെച്ചാലും, പക്ഷെ അതൊരു കോൺ തന്നെയാണ്. സോ ഇതാണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്കിത് ഡിസ്കൗണ്ടിന് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് ആൻഡ് ബൈ ദീസ് 2 ഷെയ്ഡ്സ്. ഇത് നല്ല ഷെയ്ഡ്സ് ആണ്, യൂണിവേഴ്സൽ ഷെയ്ഡ്സ് ആണ്. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇതിന്ന് രണ്ടിലെങ്കിലും ഏതെങ്കിലും ഒറ്റ പ്രോഡക്റ്റ് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേടിച്ചോളൂ, സാൻഡ് എന്ന് പറയുന്നത്. കാരണം നമുക്കിത് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം, വേറൊരു ഹൈലൈറ്ററിൻ്റെ ആവശ്യമില്ല. സോ അതാണ് ഇന്നത്തെ റിവ്യൂ. നിങ്ങൾ ആരെങ്കിലും ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ആൾക്കാർക്കും അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, പ്ലീസ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.